അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുമ്പോഴും നെഞ്ചു ക്രമാതീതമായി മിടിക്കുന്നുണ്ട്. കുട്ടികൾക്കൊരാപത്തും വരരുതെന്ന് പ്രാർത്ഥിച്ചു. ജന്മാന്തര ബന്ധമാണ് ഈ ജാതകക്കാർ തമ്മിൽ. പക്ഷേ അദ്ദേഹം ഒന്ന് നിർത്തി അംബികയെ നോക്കി. എന്താണ് തിരുമേനി? വിധിയെ തടുക്കാനാവില്ല. അവരൊന്നിച്ച് ജീവിക്കും. പരസ്പരം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും വിവാഹം നടത്തിക്കോളൂ. അംബികയ്ക്ക് ഒന്നും മനസ്സിലായില്ല. മുന്നിലിരുന്ന നിലവിളക്കിൻ്റെ തിരി പെട്ടെന്ന് കെട്ടുപോയിരുന്നു. ഈശ്വര, എന്താ തിരുമേനി? അനർത്ഥങ്ങളാണോ? ആരൊക്കെ എന്തൊക്കെ ചെയ്താലും, പൂർവ്വജന്മമായാലും ഇപ്പോഴത്തെ ജന്മമായാലും ഇവരൊന്നിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. മരണത്തിനല്ലാതെ ഇവരെ പിരിക്കാൻ കഴിയില്ല. അവരുടെ താലിചാർത്തിൽ കഴിഞ്ഞുപോയി അല്ലേ? രണ്ടുപേരുടെയും പേരിൽ മംഗല്യസൂക്തവും മൃത്യുഞ്ജയ ഹോമവും നടത്തണം. അംബിക തലയാട്ടി അദ്ദേഹത്തിനുള്ള ദക്ഷിണയും കൊടുത്തിറങ്ങിയപ്പോൾ മനസ്സ് കലുഷിതമായിരുന്നു. എങ്കിലും അവർ ഒന്നിച്ച് ജീവിക്കുമെന്നും ഈ വിവാഹം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞത് കേട്ട് മനസ്സിലൊരാശ്വാസം തോന്നി. തിരുമേനി പറഞ്ഞ പൂജകളൊക്കെ നടത്തി സന്ധ്യയ്ക്കാണ് അംബിക തിരിച്ചു വന്നത്. അപ്പോഴേക്കും ഗൗരി എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ മുറ്റം അടിച്ച് വാരി കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തുകയായിരുന്നു. അമ്മ എവിടെ പോയതാ? അമ്പലത്തിൽ. അമ്മ ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. അവൾ അകത്തേക്ക് പോയപ്പോൾ അംബികയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ഒരു തുലാമഴയത്താണ് ഗൗരി ജനിച്ചതെന്നറിയാം. നിർത്താതെ കോരിച്ചൊരിയുന്ന മഴയത്ത് അവളുടെ ജീവിതവും അങ്ങനെയായിരുന്നില്ലേ? ഇനിയും അവളെ സങ്കടപ്പെടുത്തല്ലേ ഈശ്വര. അംബിക പ്രാർത്ഥിച്ചുപോയി. ധനനും ദേവിയും വന്നപ്പോൾ 8 മണി കഴിഞ്ഞു. അമ്മൂട്ടിയെ ചായ തരുമോ? തലവേദന. വന്നപാടെ ധനൻ അംബികയുടെ മടിയിൽ കിടന്നു. ചായയൊക്കെ ഗൗരി എടുത്തു വെച്ചിട്ടുണ്ട്. അർജുനേട്ടൻ ആക്സിഡൻറ്റ് പറ്റി കിടന്നപ്പോൾ ആ ഓഫീസിലുണ്ടായിരുന്ന ചിലരൊക്കെ നല്ല കളി കളിച്ചപ്പച്ചി. ഇന്ന് എല്ലാത്തിനെയും തെളിവോടെ പൊക്കി ഏട്ടൻ ഗെറ്റ് ഔട്ട് അടിച്ചു. പിന്നെ പോലീസ് കംപ്ലൈൻറ്റും കൊടുത്തു. ദേവി പറയുന്നത് കേട്ടാണ് ഗൗരി വന്നത്. നിങ്ങൾ രണ്ടുപേരും ഉള്ളത് വലിയ ആശ്വാസമായെന്ന് അർജുൻ പറഞ്ഞത്. ഗൗരി അഭിമാനത്തോടെ പറഞ്ഞു. കാണും പോലെ അല്ല ധനേട്ടൻ, എന്ത് പെർഫോമൻസ് ആയിരുന്നു. താടിക്ക് കൈ കൊടുത്ത് ദേവി പറയുന്നത് കേട്ട് ധനൻ ചിരിച്ചു. പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഗൗരി, അർജുന് ചുറ്റും ശത്രുക്കളാണ്. അത് മറ്റൊന്നിനുമല്ല, അവൻ്റെ സ്വത്തുക്കൾ തന്നെയാണ് ലക്ഷ്യം. അങ്ങനെ അവനെ തളർത്തി അതൊക്കെ കൈക്കലാക്കാൻ ഒരുത്തിനെയും ഞാൻ സമ്മതിക്കില്ല. അംബികയ്ക്ക് വല്ലാത്ത പേടി തോന്നി, ഒപ്പം അകാരണമായൊരു ഭയവും. ദിവസങ്ങൾ കടന്നുപോയി. രജിസ്റ്റർ മാര്യേജ് അടുത്തു വന്നു. മാഷ് തലേ ദിവസം തന്നെ വീട്ടിലെത്തിയിരുന്നു. ധനൻ്റെ അച്ഛനും അമ്മയും രജിസ്റ്റർ ഓഫീസിൽ വരാമെന്ന് പറഞ്ഞു. അർജുനും അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മഹേഷും കൂടിയാണ് രജിസ്റ്റർ ഓഫീസിലെത്തിയത്. മഹേഷ് ജർമ്മനിയിലായിരുന്നു. അവിടുത്തെ ജോലി മതിയാക്കി അവൻ തിരിച്ചു വന്നതാണ്. ഇപ്പോൾ അർജുൻ്റെ കമ്പനിയുടെ പ്രൊജക്ട് ഹെഡാണ്. ധനൻ്റെ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ഗൗരിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി അർജുൻ. മഹേഷിൻ്റെ ചുമയാണ് അവനെ ബോധത്തിൽ നിന്നും കൊണ്ടുവന്നത്. നീ ലക്കിയടാ, ഗൗരി നല്ല കുട്ടിയാ, മഹേഷ് പറഞ്ഞപ്പോൾ അർജുൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. അർജുനെ കണ്ടപ്പോൾ ഗൗരിയുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു. രജിസ്റ്ററിൽ ഒപ്പുവെച്ച് ഇരുവരും പരസ്പരം ഹാരമണിയിച്ചു. ഒപ്പം അർജുൻ നേരത്തെ കിട്ടിയ താലി കോർത്തൊരു മാല അവളുടെ കഴുത്തിൽ ചാർത്തി. ദേവി തുറന്നുകൊടുത്ത സിന്ദൂരഡെപ്പിയിൽ നിന്നും ഒരു നുള്ളി സിന്ദൂരവും തൊട്ടുകൊടുത്തു. കോവിലകത്ത് സദ്യ വരുത്തിയിരുന്നു അർജുൻ. അർജുൻ്റെ ആഗ്രഹപ്രകാരം അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അംബികയാണ് നിലവിളക്ക് നൽകി ഗൗരിയെ അകത്തേക്ക് കയറ്റിയത്. ദേവി കണ്ണുമിഴിച്ചു നിന്നു. കൊട്ടാരം പോലെ ഒരു വീട്, ധനേട്ടൻ്റെ വീടിനേക്കാളും വലിപ്പമുണ്ട്. സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് മഹേഷ് തിരിച്ചുപോയി. അംബികയെയും മാഷിനെയും ധനെയും ദേവിയെയും അർജുൻ വിട്ടില്ല. ധൻ്റെ അച്ഛനും അമ്മയും തിരിച്ചുപോയി. താഴത്തെ മുറിയിൽ നിന്നാണ് ഗൗരി ഫ്രഷ് ആയതും ഡ്രസ്സ് മാറിയതും. സാധാരണ സാരിയുടുത്ത് കഴുത്തിൽ താലിമാലയും നെറുകയിൽ സിന്ദൂരവും ചാർത്തി ഹാളിലേക്ക് വരുന്നവളെ അറിയാതെ നോക്കിയിരുന്നു പോയി അർജുൻ. ധനൻ കളിയാക്കിയപ്പോഴാണ് അർജുൻ യാഥാർത്ഥ്യത്തിലേക്ക് വന്നത്. അർജുൻ്റെ നിർബന്ധം കാരണം ധനനും ദേവിയും അംബികയും അന്ന് പോയില്ല. മാഷ് തിരികെ പോയിരുന്നു. രാത്രിയിൽ ദേവിയാണ് ഗൗരിയെ ഒരുക്കിയത്. ഇതൊന്നും വേണ്ട മോളെ. മുല്ലപ്പൂവ് തലയിൽ ചൂടിക്കൊടുക്കുന്ന ദേവിയെ നോക്കിക്കൊണ്ട് ഗൗരി ചമ്മലോടെ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇതൊക്കെ വേണം. ദേവി അവളെ നന്നായി ഒരുക്കിക്കൊണ്ട് അർജുൻ്റെ റൂമിൻ്റെ മുൻപിലെത്തി. കയ്യിലൊരു പാൽ ഗ്ലാസും കൊടുത്തു. ഗൗരിയുടെ വിറയിൽ കണ്ട് ദേവി അവളെ നോക്കി കണ്ണു ചിമ്മി. വിറച്ചതൊന്നും തുളുമ്പി കളയാതെ ചേച്ചി. അവൾ ഗൗരിയെ റൂമിനകത്തേക്കാക്കിയിട്ട് താഴേക്ക് പോയി. ഗൗരി ആ റൂമാകെ നോക്കി. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ തടിയിൽ തീർത്ത് മേൽക്കൂര പോലെ വെള്ള തുണി കൊണ്ട് മറയ്ക്കുന്ന രീതിയിലുള്ള വലിയ കട്ടിൽ, സൈഡിലായി തടിയലമാരയും ടേബിളും, റൂമിനകത്ത് തന്നെ ബാത്റൂം. ഒരു ഡോർ തുറന്നിറങ്ങിയപ്പോൾ ബാൽക്കണിയാണ്. പണ്ടത്തെ രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഡോർ അടയുന്ന ശബ്ദം കേട്ടപ്പോൾ ഗൗരി തിരിഞ്ഞു നോക്കി.
അർജുനായിരുന്നു. മുണ്ടും ഷർട്ടുമായിരുന്നു വേഷം. ഗൗരിക്ക് ഇതുവരെ ഇല്ലാത്ത വെപ്രാളവും വിറയിലും ഒക്കെ കടന്നു വന്നു. അവൾ അകത്തേക്ക് കയറി വന്ന് അവനെ നോക്കി. നമ്മുടെ റൂം ഇഷ്ടപ്പെട്ടോ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഗൗരി തലയാട്ടി. ഇനി ഇവിടെയാണ് ഗൗരി നമ്മുടെ ലോകം. ഞാൻ തനിച്ചല്ല ഇനിയെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. അനാഥനല്ല, എനിക്ക് സ്വന്തമായി ഒരാളുണ്ടെന്ന് ഓർക്കുമ്പോൾ മനസ്സിലൊരു കുളിര് പോലെ. ഇനി ഒരിക്കലും തനിച്ചാക്കി പോകരുതേ ഗൗരി. അവസാനം ഈർച്ചയോടെ അവളുടെ കൈ പിടിച്ചവൻ പറഞ്ഞപ്പോൾ ഗൗരി അവനെ ചേർത്ത് പിടിച്ചു. ഒരിക്കലും പോവില്ല, മരണത്തിനല്ലാതെ നമ്മളെ വേർപിരിക്കാനാവില്ല അർജുൻ. ഗൗരി പറഞ്ഞപ്പോൾ അർജുൻ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. അർജുൻ അവളെ കൈകളിൽ കോരിയെടുത്ത് നടന്നപ്പോൾ ഗൗരിയുടെ ഉടലൊന്ന് വിറച്ചു. ബാൽക്കണിയിലെ നിലത്തിട്ടിരുന്ന ഫ്ലോർ ബ്ലഡിലേക്ക് അവളെ അവൻ ഇരുത്തി. ഒപ്പം പോയി പാൽ ഗ്ലാസും എടുത്തിട്ട് വന്നു. പേടിയുണ്ടോ എനിക്ക്? ഇല്ല, പക്ഷെ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു അർജുൻ. ആര്യനെ പേടിച്ചു കഴിഞ്ഞ ദിവസങ്ങളല്ല ഇനി മുന്നോട്ടെന്ന്. എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് അവൻ്റെ കവളിൽ തഴുകിക്കൊണ്ട് ഗൗരി പറഞ്ഞപ്പോൾ അർജുൻ്റെ കണ്ണുകളിൽ നീരു പൊടിഞ്ഞു. അർജുൻ പാല് പകുതി കുടിച്ചിട്ട് അവൾക്ക് കൊടുത്തു. ഗൗരി അത് വാങ്ങിക്കുടിച്ച് ഗ്ലാസ് മാറ്റിവെച്ചു. ഇരുവരുടെയും മെയ്യും മനവും മറ്റെന്തോ ആഗ്രഹിച്ചു പോയിരുന്നു. അർജുൻ അവളെ എടുത്ത് മടിയിലിരുത്തി. ആദ്യമൊന്ന് ഗൗരി പകച്ചു പോയെങ്കിലും നാണം വന്ന് ചൊടികളെ മൂടിയിരുന്നു. അർജുൻ അവളുടെ മുഖത്താകെ നോക്കി. ഒടുവിൽ അവൻ്റെ കണ്ണുകൾ അവളുടെ ചൊടികളിൽ എത്തി നിന്നു. അവിടെ ആദ്യമൊന്ന് അമർത്തി ചുംബിച്ചപ്പോൾ ഗൗരി അവനെ അമർത്തി പിടിച്ചു. പിന്നീട് അതൊരു ദീർഘചുംബനത്തിലേക്ക് വഴിമാറി. ഇരുവരുടെയും കണ്ണുനീരിൻ്റെ ഉപ്പ് വീണ് കലർന്നിരുന്നു ആ ചുംബനത്തിൽ. ഗൗരി അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തിയിരുന്നു. എവിടെയായിരുന്നു അർജുൻ ഇത്രയും നാൾ? നേരത്തെ വന്നൂടായിരുന്നു എൻ്റെ ജീവിതത്തിൽ? എങ്കിൽ ഞാൻ ആ മനുഷ്യമൃഗത്തിനെ ഭയന്ന് ഓരോ ദിവസവും തള്ളി നീക്കുമായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരാൾ ആർക്കും വിട്ടുകൊടുക്കാതെ എന്നെ ചേർത്ത് പിടിക്കുന്നത്, പ്രണയം പങ്കുവയ്ക്കുന്നത്, സുരക്ഷിതമായി ആരെയും പേടിക്കാതെ അവൻ്റെ കരവലയത്തിനുള്ളിൽ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നത്. ഞാൻ അർജുനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അർജുൻ കണ്ണ് നിറച്ച് അവളെ നോക്കി. ഞാനും. ഗൗരി, ഞാനൊരു കഥ പറയാം. നമ്മുടെ കഥ. പൂർവ്വജന്മത്തിൽ നമ്മൾ ഒന്നിച്ചായിരുന്നു ഗൗരി. നമ്മൾ പ്രണയത്തിലായിരുന്നു. നീയില്ലെങ്കിൽ ഞാനോ, ഞാനില്ലെങ്കിൽ നീയോ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ പൂർവ്വകാലം. ഗൗരി അവനെ അവിശ്വാസത്തോടെ നോക്കി. കൃഷ്ണദേവിയുടെയും അർജുനൻ്റെയും കഥ അർജുൻ ഗൗരിയോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരുടെ പുനർജന്മമാണോ നമ്മൾ? അവരുടെ അതേ ജന്മനാളിലായിരുന്നു നമ്മുടെ ജന്മവും. അത് പറയുമ്പോൾ അർജുൻ്റെ കണ്ണൊന്ന് പിടഞ്ഞു, നെഞ്ചൊന്ന് തുടിച്ചു. അവൻ നെഞ്ചിൽ കൈവച്ചിരിക്കുന്നത് കണ്ട് ഗൗരി അവളുടെ കൈ അമർത്തി വെച്ചു. പോലെ അല്ല അർജുൻ, നമ്മൾ ഒരിക്കലും പിരിയില്ല. ആരുടെയും ശാപം നമുക്ക് ഏൽക്കുകയില്ല. ചുറ്റിലും ശത്രുക്കളാണ്, സൂക്ഷിക്കണം. കൂടെ നീ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ പെണ്ണെ പേടിക്കുന്നത്? അർജുൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. ഇരുവരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. ഒടുവിൽ ഉറക്കം മാടി വിളിച്ചപ്പോൾ അവളെയും കോരിയെടുത്ത് അർജുൻ റൂമിലേക്ക് നടന്നു. അവളെ ബെഡിൽ കിടത്തിയിട്ട് അവൻ ബാൽക്കണി ഡോർ അടച്ചു വന്ന് അവളുടെ അടുത്തായി കിടന്നു. ഗൗരി അവൻ്റെ നെഞ്ചിൽ തല വെച്ച് കിടന്നു. അവളെ ചേർത്ത് പിടിച്ച് അർജുനും. ഗൗരി രാവിലെ ഉണരുമ്പോൾ അർജുൻ കമിഴ്ന്ന് കിടന്നുറങ്ങുകയായിരുന്നു. രാത്രി ഇടുന്ന ഷർട്ട് മാറ്റിയാണ് കിടപ്പ്. മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി. പിന്നെ നെറ്റിയിലേക്ക് വീണ് കിടന്ന മുടിയിഴകൾ ഒതുക്കി വെച്ചു കൊടുത്തു. അവൾക്ക് അവനോട് അതിയായ വാത്സല്യം തോന്നിപ്പോയി. അവൾ കുനിഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. പിന്നെ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചിട്ടിരുന്നു. ഗൗരി പെട്ടെന്ന് പകപ്പോടെ നോക്കി. പിന്നെ മുഖം കൂർത്തു വന്നു. കള്ളയിറക്കമായിരുന്നല്ലേ? അർജുൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവളെ നോക്കി. അതുകൊണ്ടല്ലേ എനിക്കെൻ്റെ പെണ്ണിൻ്റെ ഉമ്മ കിട്ടിയത്? അർജുൻ പറഞ്ഞപ്പോൾ ഗൗരിയുടെ കവിളുകൾ ചുവന്നുപോയി. ഫസ്റ്റ് നൈറ്റ് നടന്നില്ല, ഫസ്റ്റ് മോർണിംഗ് ആയാലോ? കുസൃതി ചിരിയോടെ ചോദിക്കുന്നതിനെ ഗൗരി മിഴിച്ചു നോക്കി. പിന്നെ വെപ്രാളത്തോടെ എഴുന്നേക്കാൻ ശ്രമിച്ചവളെ ബെഡിൽ തന്നെ അമർത്തി വെച്ചു. പെണ്ണെ, നാണമാണോ? ഗൗരി മുഖം പൊത്തിപ്പോയി. അർജുൻ അവളുടെ ഇടുപ്പിൽ ഒന്ന് നുള്ളി. ഗൗരി എരിവ് വലിച്ച് അവനെ കൂർപ്പിച്ചു നോക്കി. പറ പെണ്ണെ, ഞാൻ സ്വന്തമാക്കിക്കോട്ടെ? വല്ലാത്തൊരു ഭാവത്തിൽ പറയുന്നവനെ നോക്കി കിടന്നുപോയി ഗൗരി. പിന്നെ അവൻ്റെ ഇരു കവിളിലും കൈ ചേർത്ത് തൻ്റെ മുഖത്തോടടുപ്പിച്ചു. പിന്നെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അർജുൻ അവളുടെ മുഖം മുഴുവൻ ചുണ്ടുകൾ കൊണ്ട് മുദ്രണം ചാർത്തി. അധരങ്ങൾ നുണഞ്ഞെടുക്കുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. പൂ പോലെ ലോലമായി, അത്രയും നേർമയായി അർജുൻ ഗൗരിയെ നുകർന്നുകൊണ്ടേയിരുന്നു. കൈവിരലുകൾ അവളുടെ മേനിയിൽ അവിടിവിടെയായി മുദ്രണം ചാർത്തിക്കൊണ്ടിരുന്നു.
ഉടയാടകൾ അഴിഞ്ഞുമാറുന്നതും അവൾ മറയ്ക്കാൻ ശ്രമിച്ചത് ഓരോന്നും അവൻ്റെ മുന്നിൽ വെളിവാകുന്നതും നേർത്ത മോളലുകളും ശീൽക്കാരങ്ങളും അവിടെ ആകെ നിറഞ്ഞു നിന്നു. ഒടുവിൽ അവൻ അവളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗൗരി ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. വേദനിക്കുന്നുണ്ടോ? അലിവോടെ ചോദിച്ചുകൊണ്ട് പിന്മാറാൻ ഒരുങ്ങുന്നവനെ ഗൗരി തടഞ്ഞു നിർത്തി. ഒടുവിൽ സാവധാനം അവൻ അവളിൽ ഉയർന്നു താഴ്ന്നു. അവസാനം കിതപ്പോടെ അവളുടെ മാറിൽ വീണപ്പോൾ ഗൗരി കണ്ണുകൾ നിറച്ച് അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ നെറുകയിൽ ചുണ്ട് ചേർത്ത് അർജുൻ അവൻ്റെ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു. നേരം വെളുത്തു വരുന്നതുകൊണ്ട് ഇരുവരെയും പുതപ്പുകൊണ്ട് മൂടിയിരുന്നു അവൻ. ക്ഷീണം കാരണം ഗൗരി ഉറങ്ങിപ്പോയിരുന്നു. അർജുൻ അവളെ എത്ര ചുംബിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവനും ഉറങ്ങിപ്പോയി. വാതിലിൽ മുട്ടുകേട്ടപ്പോഴാണ് ഇരുവരും ഉണർന്നത്. ഗൗരിയച്ചി, ഞങ്ങൾ പോവാട്ടോ, ചാടി എണ്ണിക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇരിപ്പുണ്ട്, അപ്പച്ചയും കൂട്ടി വൈകിട്ട് വരാമേ. ദേവി അതും പറഞ്ഞ് പിന്തിരിഞ്ഞു പോയി. പെട്ടെന്ന് എഴുന്നേക്കാൻ പോയവളെ അർജുൻ അവിടെ തന്നെ കിടത്തി. അവർ വരുമടി, ഇന്നിനി മൊത്തം എനിക്കെൻ്റെ പെണ്ണിനെയും താലൊലിച്ച് ലാളിച്ച് കൊഞ്ചിച്ച് പ്രണയിച്ചിങ്ങനെ കിടക്കണം. ഗൗരി നാണം കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു. അർജുൻ അവളെ എടുത്തുയർത്തി തൻ്റെ നെഞ്ചിലായി കിടത്തി. താൻ നഗ്നയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവളൊന്ന് ചൂളിപ്പോയി. നാണിക്കേണ്ട പെണ്ണെ, ഞാനെല്ലാം കണ്ടു. കണ്ണിറക്കി പറയുന്നവനെ നെഞ്ചിലൊന്ന് അമർത്തി കടിച്ചുകൊണ്ടാണ് ഗൗരി പ്രതികരിച്ചത്. പാട്ടിക്കുട്ടി കടിക്കതടി. അജുട്ടാ. ഗൗരി അങ്ങനെ വിളിച്ചപ്പോൾ അർജുൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ഒന്നുകൂടെ വിളിച്ചടി പന്നെ. അയ്യടാ കൊഞ്ചല്ലേ. ഗൗരിക്ക് അവൻ്റെ ഓരോ ഭാവങ്ങളും അത്ഭുതമായിരുന്നു. അവളുടെ മനസ്സ് നിറഞ്ഞു. ഇതുപോലെ തന്നെ സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ, സംരക്ഷണം ഒരുക്കാൻ ഒരാൾ വേണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആര്യൻ. അവളുടെ ചിന്തകൾ ദിശ മാറിപ്പോകുന്നു എന്ന് മനസ്സിലാക്കിയവൻ അവളെ നെഞ്ചോട് ചേർത്ത് പുറത്ത് തഴുകിക്കൊണ്ടിരുന്നു. ഞാനില്ലേ പെണ്ണെ. അതുമാത്രം മതിയായിരുന്നു അവൾക്ക്. അത്രമേൽ പ്രണയത്തോടെ സ്നേഹത്തോടെ ഗൗരി അവൻ്റെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു. പിന്നെ ഹൃദയം താളാക്കി കേട്ട് കിടന്നു. ഇരുവരും ഉറക്കം എഴുന്നേൽക്കുമ്പോൾ 12 മണിയാകാറായിരുന്നു. ഗൗരി വേഗം കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് പോയി. അർജുൻ എഴുന്നേറ്റ് കുളിച്ച് താഴേക്ക് വരുമ്പോൾ ഗൗരി തണുത്തുപോയ ചായ ചൂടാക്കി കപ്പിലാക്കുന്നുണ്ട്. അർജുൻ അവളുടെ പിന്നാലെ ചെന്ന് നിന്ന് പുണർന്നുകൊണ്ട് കവിളിലൊരു ഉമ്മ കൊടുത്തു. ഗൗരിക്ക് നാണം വന്നു. അവൾ അവന് ചായ എടുത്തു കൊടുത്തു. ഫുഡ് കൂടെ ഇനിയിപ്പോൾ കഴിക്കാം, എന്നിട്ട് നമുക്ക് തൊടിയിലൊക്കെ പോവാം, അർജുൻ പറഞ്ഞപ്പോൾ ഗൗരി ദേവി ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഇഡലിയും സാമ്പാറും എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. ഇരുവരും ഒന്നിച്ചിരുന്ന് കഴിച്ചു. ഗൗരി അവന് നേരെ ഇഡലി നീട്ടിയപ്പോൾ അർജുൻ കൊച്ചുകുട്ടിയെപ്പോലെ വാ തുറന്നു കൊടുത്തു. കുഞ്ഞിലെ അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടവനാണ് അവന്. ഇനിയും ആ കുറവറിയാൻ പാടില്ല. ആ സ്നേഹവും ചേർത്ത് തന്നോളാം ഞാൻ, ഗൗരി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അത്രയും അവനെ കൊണ്ട് കഴിപ്പിച്ചു. അർജുൻ്റെ മനസ്സിനൊപ്പം കണ്ണും നിറഞ്ഞു. അർജുൻ്റെ കൈ കോർത്ത് പിടിച്ച് ഗൗരി തൊടിയിലേക്ക് ഇറങ്ങി. ഒരുപാട് മുറ്റവും കാവുമായിട്ടൊരു വലിയ സ്ഥലം തന്നെ ഉണ്ടായിരുന്നു അവിടെ. ഈ കാവിൽ ആരും ഇപ്പം വിളക്ക് വെക്കാറില്ലേ അർജുൻ? മുത്തശ്ശി പോയതിന് ശേഷമില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് വരാറേ ഇല്ലായിരുന്നു. ബിസിനസ്സൊക്കെ ഒന്ന് ശരിയായി വന്നപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഗൗരി. പുതിയിടം തിരുമേനിയാണ് പറഞ്ഞതത്രേ, ഇനിയൊരു നാരീ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ കാവിൽ വിളക്ക് തെളിയിക്കാവൂന്ന്. പോയൊന്ന് കാണണം. നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവരുത്. എനിക്ക് നിന്നോടൊപ്പം ഒരുപാട് കാലം ജീവിക്കണം ഗൗരി. അവളെ ചേർത്ത് പിടിച്ച് അവനത് പറയുമ്പോൾ അവൻ എന്തിനെയോ ഭയക്കുന്നുണ്ടെന്ന് ഗൗരിക്ക് തോന്നി. ഞാനുണ്ടാവും, ഒരിക്കലും തനിച്ചാക്കില്ല, ഗൗരി അവന് വാക്കുകൊടുത്തു. അവളുടെ കൈ പിടിച്ചവൻ നടക്കുമ്പോൾ അമ്മയെപ്പോലെ തോന്നിയവന്. ആ സാമീപ്യം, ആ കരുതൽ എല്ലാം അതറിഞ്ഞതുപോലെ ഗൗരിയൊന്ന് കണ്ണു ചിമ്മിക്കാട്ടി. അർജുൻ, ഇവിടെ കുളമുണ്ടായിരുന്നല്ലേ? അവിടെയല്ലേ കൃഷ്ണദേവി? അതൊക്കെ പണ്ടേ നികത്തിയെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശിയുടെ ചെറുപ്പത്തിൽ 2-3 പണിക്കാർ സ്ഥിരമായി കുളത്തിൽ വീഴുമായിരുന്നുവെന്ന്. അതോടെ പ്രശ്നം വെച്ചപ്പോൾ അതങ്ങ് മൂടാൻ പറഞ്ഞത്രേ. ഗൗരി അവൻ്റെ കയ്യിൽ ഭീതിയോടെ മുറുക്കി പിടിച്ചു. താൻ ഭയക്കണ്ട ഗൗരി, മേ ഹൂന, അവൻ കണ്ണു ചിമ്മി പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അവളും ചിരിച്ചുപോയി. പിന്നെ കുറച്ചു നേരം കൂടി അവിടെയൊക്കെ ചുറ്റിയിട്ട് അവർ തിരിച്ചു കയറി വന്നു. ഉച്ചത്തേക്ക് അർജുൻ പറഞ്ഞതുപോലെ കഞ്ഞിയും ചക്കപ്പുഴുക്കും ഉണ്ടാക്കി. വൈകുന്നേരം ധനനും ദേവിയും അംബികയും കൂടി വരുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും കൂടി പുറത്തുപോയി കഴിക്കാമെന്ന് അർജുൻ പറഞ്ഞു. പിറ്റേന്ന് അംബികയെ കോവിലകത്താക്കിയിട്ട് ധനനും ദേവിയും മേലിടത്തേക്ക് പോകും. രാത്രിയിൽ എല്ലാവരും കൂടി അർജുൻ്റെ തന്നെ റെസ്റ്റോറൻ്റായ ആർക്കയിലേക്ക് പോയി. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് കഴിച്ചു. അവിടുന്ന് നേരെ ബീച്ചിലേക്കാണ് പോയത്. ദൂരെ മാറി നിന്ന അംബികയെ അർജുനും ഗൗരിയും കൂടി കൈപിടിച്ച് കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. വർഷങ്ങളായി ഏകയായി കഴിഞ്ഞ അംബികയ്ക്ക് മനസ്സ് നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. തൻ്റെ ഇടവും മലവും നിൽക്കുന്ന 4 പേരെയും അംബിക മനസ്സ് നിറച്ച് നോക്കി നിന്നു. തിരിച്ചു വരുമ്പോൾ ധനനാണ് വണ്ടി ഓടിച്ചത്.
അർജുനേട്ടാ, ഷെഫ് പൊളിയാട്ടോ, ഫുഡ് സൂപ്പറാ, വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ്, ദേവി പറഞ്ഞപ്പോൾ അർജുൻ ചിരിച്ചു. പണ്ട് കോവിലകത്തുണ്ടായിരുന്ന സുധാകരൻ ചേട്ടനും ഭാര്യയുമാണ് അവിടുത്തെ പാചകപ്പുരയുടെ മേൽനോട്ടം. ആഹാ, അങ്ങനെ വരട്ടെ. ഇപ്പം എല്ലാ ഹോട്ടലിലും ബംഗാളികളല്ലേ കുക്ക് ചെയ്യുന്നത്. ദം ബിരിയാണി എന്ന് ബോർഡ് വെച്ചിട്ട് തരുന്നതോ ചോറിൽ ചിക്കൻ കറി ഒഴിച്ചത്. ഹോട്ടലിൽ ഊണ് വായ്ക്കകത്ത് വെക്കാൻ കൊള്ളാവോ? സാമ്പാറാണോ രസമാണോ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇത്തരം നാടൻ ഭക്ഷണം കിട്ടുന്നിടത്ത് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ധനൻ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അർജുൻ തലയാട്ടി. ധനേട്ടൻ ആ പറഞ്ഞത് സത്യമാണ്. കോളേജിലെ ക്യാൻറ്റീൻ വരെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കൊടുത്തു. എല്ലാം പോട്ടെ, വൃത്തിയുണ്ടോ? അതാണ് പ്രശ്നം. ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും, വായ്ക്കകത്ത് പാൻ മസാലയും കാണും, ദേവി അറപ്പോടെ പറഞ്ഞു. അവിടെ ടൗണിൽ ധനൊരു ഹോട്ടലുണ്ടല്ലോ, അതിപ്പോൾ ആരാണ് നോക്കണേ? അർജുൻ ചോദിച്ചു. അച്ഛനാണ്. അച്ഛനൊട്ടും താല്പര്യമില്ല ഞാൻ ജോലിക്ക് പോകുന്നത്. സ്വന്തം ബിസിനസ് നോക്കി നടത്താൻ അച്ഛൻ പറഞ്ഞു. എനിക്ക് വയ്യ അർജുൻ, സ്വന്തമായി അധ്വാനിക്കണമെന്നാണ് എൻ്റെ പോളിസി. വളരെ നല്ല തീരുമാനം. ധനൻ എങ്ങോട്ടും പോകരുത്. നാളെ എനിക്കെന്തെങ്കിലും പറ്റിയാൽ ധനൻ വേണം എല്ലാം നോക്കി നടത്താൻ. ധനൻ പെട്ടെന്ന് ബ്രേക്കിട്ട് കാർ നിർത്തി. എന്നിട്ട് മുറുകിയ മുഖത്തോടെ അവനെ നോക്കി. നിനക്കെന്താ അർജുൻ? ഇതുപോലുള്ള വർത്താനം ഇനിയും പറഞ്ഞാൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും, ധനൻ താക്കീതോടെ പറഞ്ഞു. ഗൗരി കണ്ണു നിറച്ച് തല കുമ്പിട്ടിരിക്കുന്നത് കണ്ട് അർജുൻ നാക്ക് കടിച്ചിരുന്നു പോയി. എടാ, അത് ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതല്ലേ. നിന്നെ വിശ്വസിച്ച് പ്രതീക്ഷയുടെ കൂടെ വന്നൊരു പെണ്ണുണ്ട്. അവൾക്ക് താങ്ങാൻ പറ്റില്ല ഇതുപോലെ ഓരോന്നിരുന്ന് പറയുന്നത്. ദേഷ്യത്തോടെ ധനൻ വണ്ടിയെടുത്തു. വീട്ടിലെത്തിയിട്ടും അർജുന് മുഖം കൊടുക്കാതെ ഗൗരി മുറിയിലേക്ക് പോയി. അർജുൻ ദയനീയമായി ധനനെ നോക്കി. നോക്കിയിട്ട് കാര്യമില്ല അർജുൻ, നിന്റെ തൊലിഞ്ഞ വർത്താനം കേട്ട രണ്ട് തരാനാണ് തോന്നുന്നത്. പിന്നെ ഗൗരി, ഇപ്പോഴത്തെ പരിഭവം പെട്ടെന്ന് മാറിക്കോളും. പോയി സമാധാനിപ്പിക്കുക. അവൾക്ക് ഈ ലോകത്ത് അവളെ സ്നേഹിക്കാൻ നീ മാത്രമേ ഉള്ളൂ. ധനൻ അർജുൻ്റെ ചുമലിൽ തട്ടി പറഞ്ഞുകൊണ്ട് പോയപ്പോൾ അർജുൻ മുകളിലേക്ക് പോയി. റൂമിലെത്തിയപ്പോൾ മേല് കഴുകി ഇറങ്ങി വരികയായിരുന്നു ഗൗരി. അവനെ നോക്കാതെ ഗൗരവത്തോടെ ബാൽക്കണിയിൽ പോയി നിന്നു. അർജുൻ നഖം കടിച്ച് പിന്നാലെ പോയി. നഖം കടിക്കരുത്, ഒരുമാതിരി പിള്ളേരെ പോലെ, കണ്ണുരുട്ടി ഒരു ടീച്ചറിൻ്റെ ഗൗരവത്തോടെ ഗൗരി പറഞ്ഞപ്പോൾ അർജുൻ പെട്ടെന്ന് കൈ താഴ്ത്തിയിട്ടു.